السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل ويأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الأمين ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بأبي وأمي أنت يا خير الورى وصلاة ربي والسلام معطرا يا خاتم الرسل الكرام محمد بالوحي والقرآن كنت مطهرا لك يا رسول الله صدق محبتي وبفيضها شهد اللسان وعبرا لك يا رسول الله صدق محبتي فقط محبة من على وجه الثرى لك يا رسول الله صدق محبتي لا تنتهي أبدا ولن تتغير لك يا رسول الله منا نصرة بالفعل والأقوال عما يفترى صلى عليه الله في ملكوته ما عاقب الليل النهار وأدبرا صلى عليه الله في ملكوته ما دارت الأفلاك أو نجم سرى وعليه من لدن الإله تحية روح وريحان بطيب أثمرا وختامها عاد الكلام بما بدا بأبي وأمي أنت يا خير الورى. റഹ്മത്തുൽ ആലമീൻ എന്ന പരിപാടിയിലേക്ക് പരിശുദ്ധമായ ഈ നബിദിനാഘോഷത്തിന്റെ മഹത്തായ വേളയിൽ KICR എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും സ്നേഹസമ്പന്നമായ സ്വാഗതം നേരുകയാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുവാനും പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹത്തായ ജീവിതത്തെ പരിചയപ്പെടാനും പരിചയപ്പെടുത്തുവാനും വേണ്ടി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇത്തരം നല്ല പരിപാടികളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിനെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ പ്രവാചക ശ്രേഷ്ഠനോടുള്ള നമ്മുടെ അദമ്യമായ സ്നേഹമായി മഹബത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുമാറാവട്ടെ. ആ മഹബത്തിന്റെ പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹബത്തിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അലങ്കൃതമായ സുഖലോക സ്വർഗത്തിൽ ആ പ്രവാചകർ തിരുമേനിയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മത്തുൽ ആലമീൻ നമ്മുടെ പരിപാടിയുടെ ടൈറ്റിൽ മാത്രമല്ല, അത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമായ വേദമായ ഖുർആനുൽ അളീമിൽ അല്ലാഹു നൽകിയ വിശേഷണം കൂടിയാണ് റഹ്മത്തുൽ ആലമീൻ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.
റഹ്മത്തുല്ലിൽ ആലമീനായിക്കൊണ്ടാണ് അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത്. എന്താണ് റഹ്മത്തുല്ലിൽ ആലമീൻ? റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന അറബി ശബ്ദത്തിന്റെ അർത്ഥം ലോകത്തിന് മുഴുവനും കാരുണ്യമെന്നാണ്. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ടവരാണ് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏതേതു പ്രവാചകനെ സംബന്ധിച്ചും നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയാൻ കഴിയും. ഈ ലോകത്തെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക നാം ആദ്യം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ പ്രവാചകനും എത്രമാത്രം വലിയ അനുഗ്രഹമാണ്, റഹ്മത്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും അവന്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തുള്ള എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും അവന്റെ താൽപര്യത്തിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. എല്ലാ ചലനങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ കാര്യങ്ങളും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമാണ്. അവൻ പരമാധികാരിയാണ്. അവൻ സർവ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്. അവൻ എല്ലാം അറിയുന്നവനാണ്. അവൻ എല്ലാം കാണുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് തന്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ മനുഷ്യനെ അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ വസ്തുവിനും ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ ഒരു നിയമം നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ജീവിക്കുക, അതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, അതെങ്ങനെയാണ് വെള്ളം കുടിക്കുക, അതെങ്ങനെയാണ് കുടുംബബന്ധം പുലർത്തുക, അതെങ്ങനെയാണ് സമൂഹത്തെ നിലനിർത്തുക തുടങ്ങി ഓരോ ജീവിയുടെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിശ്ചയങ്ങൾക്ക് വിധേയമായി കൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ എല്ലാ ജീവികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അള്ളാഹുവിന്റെ ഈ നിശ്ചയത്തെ നമുക്ക് ഭൗതികമായി പ്രകൃതി നിയമം എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന നിയമം, ആ നിയമത്തെ ഭേദിക്കുവാനോ ആ നിയമത്തെ മറികടക്കുവാനോ ഒരു ജീവിക്കും സാധ്യമാവില്ല എന്നതാണ്. എന്നാൽ ജീവികളുടെ കൂട്ടത്തിൽ നാം മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു മനുഷ്യർക്ക് ഒരു പ്രത്യേകത കൽപ്പിച്ചരുളിയിട്ടുണ്ട്. മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളും അള്ളാഹുവിന്റെ നിയമമായ അള്ളാഹുവിന്റെ താൽപര്യമായ പ്രകൃതി നിയമത്തിന് മാത്രം വിധേയമായി ജീവിക്കുന്നവയാണ്, ജീവിക്കാൻ കഴിയുന്നവരാണ്. അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ അവർക്ക് കഴിയില്ല എന്നതാണ് വസ്തുതയെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില പരിമിതമായ സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ രണ്ടു മേഖലകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അതിലൊന്നാമത്തേത് അവന്റെ ഇച്ഛാശക്തി, രണ്ടാമത്തേത് അവന്റെ വിവേചന അധികാരം. ഇവ രണ്ടും പ്രവർത്തിപ്പിക്കുന്നത് അവന്റെ ബുദ്ധിയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിവേചന ബുദ്ധി എന്ന് വേണമെങ്കിൽ ഇതിനെ രണ്ടിനെയും ഒന്നിച്ച് നമുക്ക് വിളിക്കാൻ കഴിയും. മനുഷ്യന്റെ വിവേചന ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന അവന്റെ ഇച്ഛാശക്തി, അതേപോലെ തന്നെ അവന്റെ വിവേചന അധികാരം, ഒന്ന് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വയം തീരുമാനിക്കാനുള്ള കഴിവും അധികാരവും, അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കുവാനുമുള്ള അവന്റെ ഇച്ഛാശക്തി, ഇത് ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകിയ പരിമിതമായ ഒരു സ്വാതന്ത്ര്യമാണ്. ഈ രണ്ടു മേഖലകളിലും മനുഷ്യന് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ സ്വന്തം ആവിഷ്കരിക്കാം. ഈ രണ്ടു മേഖലകളിലും അവന് പരിമിതമായ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നതോടൊപ്പം തന്നെ ഈ മേഖലയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് അള്ളാഹുവിന്റേതായ ചില താല്പര്യങ്ങൾ കൂടി അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടു മേഖലയിലും ഇച്ഛാശക്തിയുടെ കാര്യത്തിലും വിവേചനാധികാരത്തിന്റെ കാര്യത്തിലും മനുഷ്യന്മാർക്ക് സ്വയമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഒരു വശത്ത് നൽകുമ്പോൾ അവനിഷ്ടമുള്ളതെന്തോ ആ ക്രമത്തിൽ അവന് ജീവിക്കാം എന്ന് അള്ളാഹു അനുവദിച്ചു കൊടുക്കുമ്പോൾ അതേസമയം തന്നെ ഈ രണ്ടു ശേഷികളെയും
എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിൽ അള്ളാഹുവിൻ്റെതായ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു പ്രകടമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇച്ഛാശക്തിയുടെയും വിവേചനാധികാരത്തിന്റെയും പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ തന്റെ സ്വന്തം താല്പര്യത്തെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന്റെ താല്പര്യം എന്താണ് എന്ന് കണ്ടെത്തി അவ்விധത്തിൽ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അവന് ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതാണൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇച്ഛാശക്തിയുടെയും വിവേചനാധികാരത്തിന്റെയും പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജീവിക്കുവാനുള്ള താല്പര്യമാണ് ശരിക്കും ഒരു നല്ല അള്ളാഹുവിന്റെ അടിമയുടെ അടയാളം എന്ന് പറയുന്നതും ഗുണം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ, ഇച്ഛാശക്തിയുടെ മേഖലയിലും വിവേചനാധികാരത്തിന്റെ മേഖലയിലും അള്ളാഹു എന്തിലാണ് തൃപ്തി വച്ചിരിക്കുന്നത്, അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗം ഏതാണ്, അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപമേതാണ്, ഭാവമേതാണ് എന്നതെല്ലാം കണ്ടെത്തി അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയായി ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ച്, അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയായി ഈ ഭൂമി ലോകത്തെ സംസ്കരിക്കുക എന്നതാണ് സത്യത്തിൽ ഖലീഫ എന്ന അള്ളാഹുവിന്റെ വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഈ മേഖലകളിലൊക്കെ തൃപ്തി എന്തിലാണ് അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നത്, സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. വളരെ ചെറിയ കാര്യങ്ങളിലൊക്കെ സ്വന്തം ബുദ്ധി ഉപയോഗപ്പെടുത്തി കണ്ടെത്താൻ കഴിയുമെങ്കിലും പരമമായി അള്ളാഹുവിന്റെ തൃപ്തി ശരിക്കും എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് പരിമിതികളുണ്ട്. അവന്റെ കണ്ണിനെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാലും, അവന്റെ കാതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാലും, അവന്റെ മനസ്സിനെ സംബന്ധിച്ചും അവന്റെ ശരീരത്തിലെ മറ്റു ഇന്ദ്രിയങ്ങളെയും ശേഷികളെയും ഒക്കെ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും അതിനൊക്കെ കൃത്യമായ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ അപ്പുറത്തേക്ക് അവക്കൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ തൃപ്തി നിക്ഷേപിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ പരിമിതികളുടെ എത്രയോ അപ്പുറത്താണ് പലതുമുള്ളത്. അതുകൊണ്ട് ഈ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു മനുഷ്യന് തനിക്ക് സത്യത്തെ കണ്ടെത്തുവാൻ, അള്ളാഹുവിന്റെ തൃപ്തിയെ കണ്ടെത്തുവാൻ കഴിയില്ല. അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി എന്തിലാണ് എന്ന് കണ്ടെത്തുവാനും അതിന് വിധേയമായി തന്റെ ഇച്ഛാശക്തിയെയും വിവേചനാധികാരത്തെയും ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സഹായം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഈ സഹായമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന മാർഗദർശനങ്ങളായ പ്രവാചകന്മാരും അവന്റെ ഗ്രന്ഥങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും ഓരോ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവയിലൂടെ നമുക്ക് പകരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത, നമ്മുടെ കാതുകൊണ്ട് കേട്ടുൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത, നമ്മുടെ മറ്റേത് ശേഷികൾ കൊണ്ടും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അള്ളാഹു അവന്റെ തൃപ്തി വെച്ചിരിക്കുന്ന ഗോപ്യമായ വിവരങ്ങളും യാഥാർത്ഥ്യങ്ങളും അതിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ, അതുവഴി നമ്മുടെ ജീവിതത്തെ നാം വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ മാർഗദർശകങ്ങളായ പ്രവാചകന്മാരെയും ഗ്രന്ഥങ്ങളെയും ആസ്പദമാക്കാതെ അവലംബിക്കാതെ സാധ്യമാവില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി, അവന്റെ സന്തോഷം, അവന്റെ താല്പര്യം എന്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് വിവരിച്ചു തരുവാനും നമുക്ക് കാണിച്ചു തരുവാനും നമുക്ക് പഠിപ്പിച്ചു തരുവാനും ആ വഴിയിലൂടെ നമ്മെ കൊണ്ടുപോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച ഓരോ പ്രവാചകനും സത്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെ നാം ചിന്തിക്കുമ്പോഴാണ്.
ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് 1.25 ലക്ഷം പ്രവാചകന്മാരെ നൽകുകയുണ്ടായി. ആ പ്രവാചകന്മാരെ സംബന്ധിച്ചെല്ലാം പലപ്പോഴും നാം കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ 25 പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവാചകന്മാരും അവർ ജീവിച്ചിരുന്ന കാലങ്ങളും അവരുടെ കുലങ്ങളുമെല്ലാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നൊക്കെ തന്നെയും മനുഷ്യകുലം തീരെ വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലമായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ വരികയാണ്. അവന്റെ ജീവിതം ഇവിടെ ആരംഭിക്കുക മാത്രമാണ്. ജീവിതത്തിൽ അവന് ചെയ്യാനുള്ള അനിവാര്യമായ കാര്യങ്ങൾ തന്നെ അതെങ്ങനെയാണ് ചെയ്യുക എന്നത് പോലും അറിയാത്തൊരു കാലമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മനോഹരമായ ആ കാലഘട്ടത്തിന്റെ ഒരു ചിത്രീകരണം നൽകുന്നുണ്ട്. അത് നമ്മുടെ കനിഷ്ഠ സഹോദരങ്ങളായ ഹാബീലിന്റെയും ഖാബീലിന്റെയും ചരിത്രമാണ്. ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഹാബീലിനോട് ഖാബീലിന് കോപമുണ്ടാവുകയാണ്. അങ്ങനെ അവസാനം ഹാബീൽ എന്ന സ്വന്തം സഹോദരനെ വധിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചലനമറ്റ് കിടക്കുന്ന തന്റെ സഹോദരന്റെ ഭൗതിക ശരീരം എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഖാബീലിന്റെ കഥ, ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അടിസ്ഥാനപരമായ പ്രാഥമികമായ അറിവുകളിലേക്ക് പോലും അവർ വന്നെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ മണ്ണിൽ മൂടുകയാണ് ചെയ്യേണ്ടത് എന്ന സൂത്രം, എന്ന വിദ്യ അല്ലാഹു 2 കാക്കകളെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് അതേ ഖുർആനിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവിടെ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് നാം മുന്നോട്ട് പോരുമ്പോൾ മനുഷ്യകുലം അല്പാൽപ്പം വികാസം പ്രാപിച്ചു വരുന്നുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവരുടെയൊക്കെ ജീവിതത്തിന് ചില പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഓരോ കുലങ്ങളും അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളും അല്ലെങ്കിൽ ഓരോ ജനവിഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളിലായി ജീവിച്ചു വരികയായിരുന്നു. ഇന്നത്തേതുപോലെ ഒരു ഗ്ലോബലൈസ്ഡ് ലോകമായിരുന്നില്ല അവരുടെ ഒന്നും കാലത്ത്. ഒരു പ്രദേശം, അവിടെ കുറെ ആൾക്കാർ, അവിടെ കുറെ കുടുംബങ്ങൾ, അവരവിടെ ജീവിക്കുന്നു. അവരുടെ ലോകത്ത് വേറെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ, വേറെ എവിടെയെങ്കിലും മനുഷ്യവാസമുണ്ടോ, വേറെ ഏതെങ്കിലും സമൂഹങ്ങൾ ജീവിച്ചു വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും ആ ഗ്രാമത്തിലുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങി നിന്ന് ജീവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വേറെ ഒരു ഗോത്രക്കാർ അവരവരുടെ ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ലോകം ആ ഗ്രാമം മാത്രമാണ്. മറ്റൊരിടത്ത് വേറൊരു കൂട്ടം ആൾക്കാർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ലോകം അവിടെ മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു ലോകക്രമമായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാർ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം, ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലം, ഇങ്ങനെയുള്ള കാലങ്ങളെയൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശമുള്ള ഒരു ചിത്രം ഇത് തന്നെയാണ്. അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവാചകന്മാരുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രവാചകൻ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഹിജ്റ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജനങ്ങളെ മുഴുവനും ഒന്നിച്ച് സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഇനിയിപ്പോ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും എല്ലാവരും ഒരേ അർത്ഥത്തിലുള്ള ഒരേ തെറ്റ് തന്നെ ചെയ്യുന്ന ഒരു സ്വഭാവം, ഇത്തരത്തിലുള്ള ഒരു ഗ്ലോബലൈസ്ഡ് ലോകമായിരുന്നില്ല ആ പ്രവാചകന്മാരുടെയൊക്കെ കാലത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കുലങ്ങളിലേക്കും ഓരോ ഗോത്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഓരോ മനുഷ്യ ആവാസ കേന്ദ്രങ്ങളിലേക്കും അവന്റെ പ്രവാചകന്മാരെ അയച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുകയുണ്ടായിട്ട്. ഉദാഹരണമായി, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടില്ല എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറയുകയാണ്. അപ്പോൾ ഓരോ ഒറ്റപ്പെട്ട കുലങ്ങളായിക്കൊണ്ടായിരുന്നു മനുഷ്യകുലം ആദ്യം ജീവിച്ചിരുന്നത്. അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തുലോം കുറവായിരുന്നു, പലപ്പോഴും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കേണ്ടതായി വന്നു. കാരണം പരസ്പര ബന്ധമില്ലാതെ ഓരോ തുരുത്തുകളിലായി ജീവിക്കുന്ന മനുഷ്യകുലത്തിലെ ഓരോ സ്ഥലങ്ങളിലും സന്മാർഗമെത്തുവാൻ, അള്ളാഹുവിന്റെ മാർഗദർശകനെത്തുവാൻ അള്ളാഹു താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓരോ പ്രവാചകന്മാരെ ഓരോ കുലങ്ങളിലേക്ക് അയക്കുന്നു എന്നാണ്. ഈ പ്രവാചകന്മാരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ ഈ പ്രവാചകന്മാർക്കൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരുന്നോ? ഒരിക്കലും
ഒരിക്കലുമല്ല. എല്ലാവർക്കും പറയാനുണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യം തന്നെയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രവാചകന്മാരും അവരവരുടെ കുലങ്ങളിൽ വരികയും അവരുടെ കുലങ്ങളിൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, റിസാലത്തിന്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കാലം കുറെ മുന്നോട്ട് പോയി. കാലം വളർന്നു എന്ന് മാത്രമല്ല, ജനസംഖ്യ വർദ്ധിച്ചു വന്നു. പണ്ടത്തേതിനേക്കാൾ വലിയ കുലങ്ങളുണ്ടായി, വലിയ പ്രദേശങ്ങളുണ്ടായി, വലിയ രാജ്യങ്ങളുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം ആകുമ്പോഴേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്ന ലോകത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് കാലം വളരെയേറെ വളർന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു. മാത്രമല്ല, ജനങ്ങൾക്ക് സൗഖ്യങ്ങൾ വർദ്ധിച്ചു, സുഖങ്ങളോടുള്ള താല്പര്യം അവർക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അവര് സുഖങ്ങൾ തേടി യാത്ര ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ മാറ്റം സാമൂഹ്യ മേഖലയിലുണ്ടായി. അത് സാമ്രാജ്യത്വവൽക്കരണം എന്ന് പറയുന്ന സംഭവമായിരുന്നു എന്നാണ്. സാമ്രാജ്യത്വവൽക്കരണത്തിന്റെ ചരിത്രം നമ്മൾ പരതുമ്പോൾ അത് ചെയ്ത ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന മനുഷ്യകുലങ്ങളെ പരസ്പരം കൂട്ടിയിണക്കി എന്നതാണ് എന്ന് ആധുനിക ചരിത്രകാരന്മാർ വിലയിരുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം കാരണം അതുവരെ ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ തന്നെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രദേശം, അവിടെ കുറെ ആൾക്കാർ, അവിടെ അവർക്കൊരു രാജാവ്, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രാജാവിന്റെ അധികാരപരിധി ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം ഒക്കെ ആകുമ്പോഴേക്ക് അവിടെ നിന്ന് മാറി ഓരോ രാജ്യങ്ങളിലും ഓരോ രാജാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന സാമ്രാജ്യത്വ ശക്തികൾ വന്നു. അതോടുകൂടെ ലോകം നേരത്തെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഓരോ തുരുത്തുകൾ എന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും ലോകം ഒരു ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചെയിനായി, ഒരു ശൃംഖലയായി നിൽക്കുന്ന ഒരു മനുഷ്യ ആവാസ കേന്ദ്രമായി മാറുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറ്റെല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് നാം പറയുകയുണ്ടായി. എന്നാൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ റഹ്മത്താണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മഹാനായ നബിയുടെ കാലമായപ്പോഴേക്ക് ലോകത്ത് സാമ്രാജ്യത്വം ഉണ്ടാകുകയും അതുവഴി ലോകത്തെ രാഷ്ട്രസമൂഹങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുവഴി നബിയുടെ സന്ദേശം, മക്കയിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശം, അത് കൈമാറി രാജ്യങ്ങളിലൂടെ, സംസ്കാരങ്ങളിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം, എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ മക്കായുടെ മാത്രം കാരുണ്യമായിരുന്നില്ല, അത് ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രമാത്രം വലിയ റഹ്മത്തായിരുന്നു എന്ന് പരിശോധിക്കുവാൻ നാം മറ്റു പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ അവരുടെ ഒക്കെ ജീവിതത്തിൽ എന്തെല്ലാം താളപ്പിഴവുകൾ സംഭവിച്ചിരുന്നു, അതിനെയെല്ലാം വീണ്ടും താളാത്മകമാക്കുവാൻ മഹാനായ അവരുടെ പ്രവാചകൻ എത്രമാത്രം കഠിനമായി അധ്വാനിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചോ വിജയിച്ചില്ലേ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, റഹ്മത്തുൽ ലിൽ ആലമീനെ നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജാഹിലിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഈ ജാഹിലിയത്ത് എന്ന് പറയുന്നത്, നമ്മൾ പാഗൻ അറബ്സ് എന്ന് പറയുന്ന ഇതുപോലെ അറബികളൊക്കെ ജാഹിലികളായിരുന്നു, അറബികളൊക്കെ സംസ്കാരശൂന്യരായിരുന്നു. ജാഹിലിയത്ത് അറേബ്യയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അറേബ്യയിലെ 6-ാം നൂറ്റാണ്ട് ഇരുണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ ആകാരികമായി പറഞ്ഞ് കൈയൊഴിയാറുണ്ട്. എങ്കിൽ തന്നെയും സത്യത്തിൽ ലോകത്തിന്റെ ഗതിവിഗതികൾ ശരിക്കും മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു ചരിത്ര പഠനം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ജാഹിലിയത്ത് എന്ന് പറയുന്നത് അത് ലോകത്തെ മുഴുവനും ഗ്രസിച്ച ഒരു ജാഹിലിയത്ത് തന്നെയായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന എല്ലാ പ്രദേശങ്ങളും
സനാതന മൂല്യങ്ങളിൽ നിന്നും ധർമ്മചിന്തകളിൽ നിന്നും ശരിയായ ജീവിതപാതയിൽ നിന്നും വളരെ അകന്നുപോയ ഒരു കാലമായിരുന്നു മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന കാലം. ആ കാലഘട്ടത്തെ ശരിക്ക് വിലയിരുത്തുമ്പോഴായിരിക്കും ആ റഹ്മത്തിന്റെ വലുപ്പം എത്രയാണ്, ആ കാരുണ്യത്തിന്റെ ആഴം എത്രയാണ്, അതെത്രമാത്രം വലിയ സമ്മാനമാണ്, അതെത്രമാത്രം വലിയ സംഭാവനയാണ് എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുക. ഉദാഹരണമായി ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്ന റോമ സാമ്രാജ്യമായിരുന്നു. റോമ സാമ്രാജ്യം, പടിഞ്ഞാറൻ റോമ സാമ്രാജ്യമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് കിഴക്കൻ റോമ സാമ്രാജ്യമാണ് എന്നാ പറയുന്നത്. കിഴക്കൻ റോമ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമായുള്ളതായിരുന്നു. നമ്മൾ ചരിത്രത്തിലൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഹിർക്കൽ ചക്രവർത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹിർക്കൽ ചക്രവർത്തിയുടെ ഒക്കെ കീഴിലുള്ള സാമ്രാജ്യമാണ് കിഴക്കൻ റോമ സാമ്രാജ്യം. കിഴക്കൻ റോമ സാമ്രാജ്യം അന്ന് ക്രൈസ്തവ ലോകത്തിന്റെ കീഴിലായിരുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കിതാബിന്റെ അഹലുകാരാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം അവരുടെ പ്രവാചകനാണ്. അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകനിലൂടെ അവർക്കൊരു ഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്ക് വിധേയമായി തങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റിയെഴുതിയ ഒരു സമൂഹമായിരുന്നു ക്രൈസ്തവ ലോകം. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇത്തരത്തിലുള്ള മാറ്റിയെഴുതലുകളൊക്കെ അവിടെ നടത്തിയത് അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമോ അല്ലെങ്കിൽ സാമൂഹികമോ അല്ലെങ്കിൽ കുടുംബപരമോ അല്ലെങ്കിൽ അധികാരപരമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ ഒക്കെ ആയ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അവരുടെ മതത്തെ വ്യാഖ്യാനിച്ചതും അതുപോലെ തന്നെ അവരുടെ മതത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതുമെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ടായി. ഒരു വിഭാഗത്തിന്റെ നിലപാടിനെ മറ്റൊരു വിഭാഗം സമ്മതിക്കുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്നും അവരുടെ ഇടയിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. പരസ്പരം ഒന്നിച്ചു ചേരാത്ത, പരസ്പരം ഒന്നിച്ചു ലയിച്ചു ചേരാത്ത വിധത്തിലുള്ള വിഭാഗീയതയാണ് അവർക്കിടയിലുള്ള വിഭാഗീയത എന്ന് പറയുന്നത്. ഈ വിഭാഗീയത കിഴക്കൻ റോമ സാമ്രാജ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ഭാഗത്ത് ഓർത്തഡോക്സുകളായ ആൾക്കാർ, യാഥാസ്ഥിക ക്രിസ്ത്യാനികളായ ഓർത്തഡോക്സുകൾ, അവർക്കെതിരെ ഉണ്ടായിരുന്നത് ഈസ്റ്റേൺ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന കിഴക്കൻ റോമ സാമ്രാജ്യമായിരുന്നു. കിഴക്കൻ റോമ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിന്റെ ആൾക്കാരാണ്, അവർ ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ സൗകര്യത്തിന് വേണ്ടി പലതും പല രൂപത്തിലും വ്യാഖ്യാനിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാകും. എന്നാൽ അതിനെ സത്യക്രിസ്ത്യാനികളായ ആൾക്കാരായ ഓർത്തഡോക്സ് യാഥാസ്ഥിക ക്രിസ്ത്യാനികൾ അതിനെ അംഗീകരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിഴക്കൻ റോമ സാമ്രാജ്യം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഓർത്തഡോക്സുകളും ഈസ്റ്റേൺ ചർച്ചും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും യുദ്ധങ്ങളും, ആയിരങ്ങൾ മരിച്ചു വീണ യുദ്ധങ്ങൾ വരെ ക്രൈസ്തവ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കാത്തലിക്കുകളും വെസ്റ്റേൺ റോമ സാമ്രാജ്യവും. വെസ്റ്റേൺ റോമ സാമ്രാജ്യത്തിന്റെ ആധിപത്യമൊക്കെ അവസാനിച്ചിരിക്കുന്നുവെങ്കിലും ഒരു മതകക്ഷി എന്ന നിലക്ക് അവരും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ വ്യാഖ്യാനങ്ങളും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കത്തോലിക്കരും വെസ്റ്റേൺ ചർച്ചും തമ്മിൽ ഒരു ഭാഗത്ത്, ഇങ്ങനെ ഒരു ഭാഗത്ത് ഓർത്തഡോക്സുകളും ഈസ്റ്റേൺ ചർച്ചും, ഒരു ഭാഗത്ത് കത്തോലിക്കരും വെസ്റ്റേൺ ചർച്ചും, ഇവർ തമ്മിലുള്ള നിരന്തരമായ ആശയതലത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിഴക്കൻ അക്കാലത്ത് ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമയിലെ ജനജീവിതം സമാധാനപരമായിരുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ ബൗദ്ധികമായ മറ്റൊരു തർക്കം അവർക്കിടയിലുണ്ടായിരുന്നു. അത് യേശുവിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. ഡിവൈനിറ്റിയും ഹ്യൂമാനിറ്റിയും, ഇത് രണ്ടും ഒരേ സമയം, ദൈവീകതയും മനുഷ്യത്വവും രണ്ടും ഒരേ സമയം ഉള്ള ആളാണ് യേശു എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ, ഇല്ല, യേശുവിൻ്റേത് വെറും ആത്മീയത മാത്രമാണ്, ഭൗതികമായി യേശുവിനെ കാണാൻ കഴിയില്ല എന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. ഇതും അവർക്കിടയിൽ വലിയ ഒരു തർക്കമുണ്ടാക്കിയ വിഷയമായിരുന്നു എന്നാണ്. ഇതോടൊപ്പം തന്നെ സാമൂഹികമായും റോമ സാമ്രാജ്യത്തിൽ വലിയ അപജയങ്ങൾ സംഭവിച്ചൊരു കാലമായിരുന്നു അത്. ദാരിദ്ര്യം താഴേക്കടയിലുള്ള ജനങ്ങളിൽ വളരെ വ്യാപകമായിരുന്നു എന്നാണ്. ഒരു ഭാഗത്ത് ഭരണാധികാരികളും അവരെ പിന്തുണക്കുന്ന ആൾക്കാരുമെല്ലാം സുഖങ്ങളുടെയും സൗഖ്യങ്ങളുടെയും എല്ലാം പരദീസയിൽ
സുഖങ്ങളുടെയും സൗഖ്യങ്ങളുടെയും എല്ലാം പർദീസയിൽ അവർ കഴിയുമ്പോൾ ബഹുഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ ആൾക്കാർ ദാരിദ്ര്യത്തിലായിരുന്നു. അക്കാലഘട്ടത്തിലെ സ്ത്രീ സമൂഹം തന്നെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടുവാൻ അവർക്ക് സ്വന്തം ശരീരത്തെ വിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ലാത്താൽ വ്യഭിചാരം അവിടെ വല്ലാതെ വ്യാപകമായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും അഴിമതി, അതുപോലെ തന്നെ ഭരണാധികാരികൾ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ഒരുപാട് തരം നികുതികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധനികുതിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ വിനോദങ്ങൾ എന്ന് പറയുന്നത് അടിമകളെ വന്യമൃഗങ്ങളുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അത് വന്യമൃഗങ്ങൾ അടിമകളെ കടിച്ചു കീറുന്നത് കണ്ട് രസിക്കുന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ കാലമായിരുന്നു അത്. സുഖലോലുപന്മാരായ ഭരണാധികാരികളും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് മതപരമായ കക്ഷിത്വങ്ങളും ഇതെല്ലാം ആയപ്പോൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമാ സാമ്രാജ്യം അതിൻ്റെതായ അപജയങ്ങളിലേക്ക് മുതൽക്കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് എന്നാണ് പറയുന്നത്. ഇതിന് സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ റോമാ സാമ്രാജ്യത്തെ സ്വാധീനിച്ചത് ഗ്രീക്ക് ചിന്തകളായിരുന്നു ഈ കാലഘട്ടത്തിൽ നിന്നാണ്. ഗ്രീക്ക് എന്ന് പറയുന്നത് സോക്രട്ടീസിന്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും ഒക്കെ ചിന്തകളുണ്ടായ ലോകത്തെ ഏറ്റവും ആദ്യത്തെ തത്വചിന്തകളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഗ്രീക്ക് എന്ന് പറയുന്നത്. അവര് പ്ലാറ്റോ ആണെങ്കിലും അരിസ്റ്റോട്ടിലാണെങ്കിലും വളരെ വിചിത്രമായ ക്രമത്തിലുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട ആൾക്കാരായിരുന്നു. പ്ലാറ്റോയുടെ യുട്ടോപ്പിയ എന്ന് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെ 3 തട്ടായി തിരിക്കുക. ഒന്ന് സ്വതന്ത്രരായ മനുഷ്യന്മാർ, അവരാണ് ഭരണാധികാരികൾ. രണ്ടാമത്തേത് പടയാളികൾ, സോൾജിയേഴ്സ്, അവരാണ് പ്രഭുക്കന്മാർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും വേണ്ട എല്ലാ സുരക്ഷയും നൽകേണ്ടവർ. മൂന്നാമത്തേത് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന സാധാരണക്കാരായ തൊഴിലാളികളായ ആൾക്കാർ. അവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതെ അവർ തങ്ങളെ കാക്കുന്ന, തങ്ങളുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയും തങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ കഠിനമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി യാതൊരു പ്രതിഫലവുമില്ലാതെ വേതനവുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ പറ്റി പ്ലാറ്റോ കണ്ട സ്വപ്നത്തെ പറ്റിയാണ് ഉട്ടോപ്പിയ എന്ന് പറയാറുള്ളത്. നമുക്കറിയാം അരിസ്റ്റോട്ടലിന്റെ ചിന്താഗതിയും മറ്റൊന്നായിരുന്നില്ല. അവിടെ അടിമത്വവും ഉടമത്വവും സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത 2 ഗുണങ്ങളാണ് എന്ന് ശക്തമായി വിശ്വസിക്കുകയും അത്തരത്തിലുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ വേണം എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും പ്രബോധനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളായിരുന്നു അരിസ്റ്റോട്ടിൽ. ഇങ്ങനെ മാത്രമല്ല തത്വചിന്തയുടെ പേരിൽ ഒരുപാട് സ്വതന്ത്രമായി ചിന്തിക്കാൻ ജനങ്ങളെ ശീലിപ്പിക്കുകയും അതുവഴി ജനങ്ങളെല്ലാം അവരുടെ സ്വകാര്യമായ താല്പര്യങ്ങളിലേക്കും മറ്റുമൊക്കെ പോയതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. വിൽ ഡ്യൂറന്റ് തന്റെ ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ചരിത്രത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ അക്കാലത്തെ സാമ്രാജ്യത്തിന്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഗ്രീക്ക് ചിന്തയുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടും മതപരമായ മേഖലയിൽ നടത്തിയ കൈകടത്തലുകൾക്ക് വിധേയമായും റോമാ സാമ്രാജ്യം തത്വത്തിൽ, ആശയത്തിൽ, ആത്മീയ തലത്തിൽ പരാജയപ്പെടുകയും അവിടുത്തെ ജനങ്ങൾ ഒരു മോചനത്തിന് വേണ്ടി ആകാംക്ഷയോടെ വാനിൽ കണ്ണും നട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. റോമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സാമ്രാജ്യം പേർഷ്യയായിരുന്നു. പേർഷ്യ നമുക്കെല്ലാവർക്കും അറിയാം. ഇറാൻ കേന്ദ്രമായുള്ള പേർഷ്യൻ സാമ്രാജ്യം ഒന്ന് അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു. അഗ്നിയെ ആരാധിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ആരാധനാ ശൈലി മാത്രമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അതേസമയം അഗ്നിയെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ദൈവമായി കാണുന്ന സ്വഭാവമൊന്നും പേർഷ്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ, ആർക്കെങ്കിലും ആരാധിക്കണമെന്ന് തോന്നിയാൽ ആരാധിക്കാൻ ഉണ്ടായിരുന്നത് അഗ്നി എന്ന ദേവനാണ് എന്ന് മാത്രമാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഒരു മതം എന്ന അർത്ഥത്തിൽ അവർക്കൊന്നും ഉണ്ടായില്ല. ശരിക്കും സൗരാഷ്ട്ര മതക്കാരാണ് അവർ എന്ന് പറയാറുണ്ട്. എങ്കിലും അത്തരത്തിലുള്ള
ഒരു പ്രത്യേക മതചിന്തയോ അല്ലെങ്കിൽ ധാർമ്മിക ചിന്തയോ ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു നിഷ്കർഷതയുമില്ലാതെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു പേർഷ്യൻ സമൂഹം എന്ന് പറയുന്നത്. കുത്തഴിഞ്ഞ ലൈംഗികത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായിരുന്നു. ചരിത്രത്തിൽ എക്കാലവും എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണത്. യസ്ദഗിർദ് രണ്ടാമൻ സ്വന്തം മകളെ വിവാഹം ചെയ്യുകയുണ്ടായി. അത് ചരിത്രത്തിൽ വലിയ അധ്യായമായി കിടക്കുന്ന ഒരു സംഭവമാണ്. പേർഷ്യയിലെ ഒരു ഭരണാധികാരിയായിരുന്നു യസ്ദഗിർദ്. ബഹ്റാമുൽ മജൂസിയെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ വരെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹ്റാം ആദ്യം തന്റെ സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്തു, പിന്നെ സ്വന്തം മാതാവിനെ വിവാഹം ചെയ്തു. അതായത് മാതാവായാലും പെങ്ങളായാലും മകളായാലും അവരെയൊക്കെ വിവാഹം ചെയ്യാം. മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വർഗങ്ങൾ മാത്രമേ ഉള്ളൂ, ആണെന്നും പെണ്ണെന്നും. അവർക്കിടയിൽ വേറെ വേർതിരിവുകളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയും ആണുങ്ങളെല്ലാം പെണ്ണുങ്ങൾക്കുള്ളതാണ്, പെണ്ണുങ്ങളെല്ലാം ആണുങ്ങൾക്കുള്ളതാണ്, ഇത് മാത്രമാണ് മനുഷ്യന്റെ ബന്ധം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു പേർഷ്യ സാമ്രാജ്യം. മാത്രമല്ല അവിടെ വലിയ അർത്ഥത്തിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഭരണാധികാരികളാകാൻ പാടുള്ളായിരുന്നുള്ളൂ. പേർഷ്യയിലെ ഭരണാധികാരികളെ സാസാനികൾ എന്നാണ് പറയുക. സാസാനികൾ മാത്രമാണ് ഭരണവർഗം. സാസാനികളിൽ ഭരിക്കാൻ ഒരാണില്ലെങ്കിൽ, ഒരു ചെറിയ കുട്ടിയാണുള്ളത് എങ്കിൽ ആ കുട്ടിയെ ഭരണാധികാരിയാക്കുമായിരുന്നു അവർ. ഒരു കുട്ടി പോലും ആണായിട്ടില്ല എങ്കിൽ പെണ്ണിനെ ഭരണാധികാരിയാക്കാൻ വരെ അവർ തയ്യാറാകുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഐത്തം, മറ്റുള്ളവരോടുള്ള ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതെല്ലാം വളരെ ശക്തമായി നിലനിൽക്കുന്ന പ്രദേശമായിരുന്നു. അറേബ്യയുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ആധിപത്യം പുലർത്തിയിരുന്ന പേർഷ്യ സാമ്രാജ്യത്തിനുണ്ടായിരുന്നത് എന്നാണ്. 90% വരുന്ന സാധാരണക്കാർ അധമരായി ജീവിച്ചു. അവർക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല, അവർക്ക് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ കൈ പിടിച്ചുയർത്താനും അവരെ മോചനങ്ങളിലേക്ക് നയിക്കുവാനും ഒരു വിമോചകനെ കാത്തുകാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു നാം നേരത്തെ റോമ സാമ്രാജ്യത്തിൽ കണ്ട പോലെ പേർഷ്യൻ സാമ്രാജ്യത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ലോകം, മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യ ശക്തികളുടെ കാര്യം ഇതായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരുടെ സാംസ്കാരികമായി മനുഷ്യന്മാർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള മറ്റൊരു മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ചൈനയായിരുന്നു എന്നാണ്. ചൈനയിൽ സൂയി ഡൈനാസ്റ്റി ഭരണം നടത്തിയിരുന്ന കാലമായിരുന്നു 6-ാം നൂറ്റാണ്ട് എന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂയി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി തന്നെ ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തരം വ്യവസ്ഥയായിരുന്നു സൂയി ഡൈനാസ്റ്റിയുടേത് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഒന്ന് സൂയിസം എന്ന് പറയുന്ന ഒരു മതം, രണ്ടാമത്തെ കൺഫ്യൂഷനിസം എന്ന് പറയുന്നത്. കൺഫ്യൂഷനിസം എന്ന് പറഞ്ഞാൽ ആരെയും ആരാധിക്കാം, ഏത് ദൈവത്തെയും ആരാധിക്കാം, പക്ഷേ മനുഷ്യർക്കിടയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇന്നതെല്ലാം എന്ന് സംസാരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് കൺഫ്യൂഷനിസം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ബുദ്ധമതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധമതം പറയുന്നത് തന്നെ ഏത് ദൈവത്തെ ആരാധിക്കണം എന്നൊന്നും ശ്രീബുദ്ധൻ പറയുകയുണ്ടായില്ല. എങ്കിൽ തന്നെയും മനുഷ്യന്റെ എല്ലാ വേദനകൾക്കും ദുഃഖങ്ങൾക്കും കാരണം അവന്റെ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് സന്യാസം സ്വീകരിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ബുദ്ധമതത്തിനുണ്ടായിരുന്നത്. അപ്പം സത്യത്തിൽ ആ കാലഘട്ടത്തിലെ ചൈനയിലേക്ക് നോക്കിയാൽ ഈ മൂന്ന് ആശയങ്ങൾക്കിടയിൽ വല്ലാതെ കൺഫ്യൂസ്ഡായി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സൂയിസത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും ഇടയിൽപ്പെട്ട് ജനങ്ങൾ എന്താണ് ശരി, ആരെയാണ് ഒരു പ്രയാസം വന്നാൽ വിളിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ശരിയായ ജീവിതത്തിന്റെ ശൈലി എന്താണ്, ഇതൊന്നും തിരിച്ചറിയാനുള്ള മാർഗമില്ലാതെ കേവലം ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ചൈനയിൽ അക്കാലത്തുണ്ടായിരുന്നത്. മറ്റൊരു പ്രദേശം ഈജിപ്ത് ആയിരുന്നു. ഈജിപ്ത് സത്യത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് റോമക്കാർക്കുള്ള ഏറ്റവും വലിയ ഭക്ഷണപ്പുരയായിരുന്നു ഈജിപ്ത് എന്നാണ് ആ കാലഘട്ടത്തിൽ ഉള്ള ഈജിപ്തിനെ പറ്റി ചരിത്രം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമക്കാരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി
ധാന്യങ്ങൾ കൃഷി ചെയ്യുവാനും അവർക്ക് വേണ്ട നികുതികൾ കൊടുക്കുവാനും ഒരുപാട് തരം നികുതികൾ ഈജിപ്തിന് മേലെ അവർ അടിച്ചേൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ. കാൽനടക്കാരുടെ നികുതി, അതുപോലെ തന്നെ മരിച്ചാൽ മറവ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക നികുതി, ഇങ്ങനെ ഒരുപാട് നികുതികൾ ഏർപ്പെടുത്തുകയും റോമ സാമ്രാജ്യത്തിലെ മേൽത്തട്ടുകാർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ട കൃഷികൾ നടത്തുകയും ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു അടിമകൾക്ക് തുല്യമായി ജീവിക്കുന്ന സാഹചര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈജിപ്തിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ അമേരിക്ക എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ അമേരിക്ക ഇന്നത്തെ ഒരു അമേരിക്കയായി മാറിയിട്ടില്ല. അത് തികച്ചും കാടന്മാരും അതുപോലെ തന്നെ മറ്റു വലിയ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെടുന്നവരൊക്കെ മാത്രം ജീവിക്കുന്ന ഒരു വളരെ അകന്ന ഒരു പ്രദേശമാണ്. പിന്നീട് മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ഒരു സ്ഥലം ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ ആ കാലത്ത് മൗര്യ വംശത്തിന്റെ കാലഘട്ടമായിരുന്നു. അശോക ചക്രവർത്തിക്ക് ശേഷം ചാതുർവർണ്ണ്യവും അതുപോലെ തന്നെ തട്ടുകളിലാക്കി വേർതിരിക്കുകയും ഒരു തട്ടിൽ നിന്ന് ഒരാൾക്ക് മറ്റൊരു തട്ടിലേക്ക് ഒരിക്കലും എത്തിപ്പെടാനുള്ള മാർഗങ്ങളില്ലാത്ത ഒരു വ്യവസ്ഥിതി നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കേരളത്തിലേക്ക്, മലയാളത്തിന്റെ കേരളത്തിലേക്ക് വന്നാൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലം മലബാറിലും തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളെയും ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു എന്നാണ്. ചോള രാജാക്കന്മാരുടെ ഇടയിൽ, അതായത് BC 300ന്റെയും BC 300 മുതൽ 240 AD വരെ ഈ പ്രദേശത്ത് ഭരണം നടത്തിയ ഒന്നാം ചോള വംശത്തിന്റെയും അതുപോലെ തന്നെ 848 AD മുതൽ 1279 AD വരെ ഭരണം നടത്തിയ രണ്ടാം ചോള വംശത്തിന്റെയും ഇടയിൽ വന്ന ഒരു താൽക്കാലിക ഡൈനാസ്റ്റി എന്ന അർത്ഥത്തിൽ മാത്രമാണ് ചേര വംശം. ചേരമാൻ പെരുമാളൊക്കെ ഈ വംശത്തിൽപ്പെട്ട ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ ലോകത്തിലൂടെ നാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുക ക്ഷമിക്കണം, എൻ്റെ ബൈലക്സിൽ മാത്രമാണോ ഈ പ്രശ്നം എനിക്ക് അറിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുകയാണ് ആപ്ലിക്കേഷൻ. എന്തായിരുന്നാലും നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും അത് വരുമ്പോൾ ഒരു ഇന്ററപ്ഷൻ വരികയാണ്. അതുകൊണ്ട് വിഷയങ്ങൾ കേന്ദ്രീകരിക്കാൻ അത്ര തന്നെ കഴിയുന്നില്ല. കേൾക്കുന്നവർക്കും അത് സ്വാഭാവികമായും അസ്വാരസ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ് നാം. അവർ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്. ലോകത്തിന് അവർ മുഴുവനും കാരുണ്യമായി എങ്ങനെയാണ് തീരുന്നത് എന്നത് കാണുവാൻ ലോകത്തിലൂടെ നാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. ആ പ്രദക്ഷിണത്തിനിടയിൽ നാം കണ്ടത് ലോകത്തിന്റെ മനുഷ്യ കേന്ദ്രങ്ങളിൽ മുഴുവനും അരാജകത്വവും പരാജയങ്ങളും അപജയങ്ങളുമെല്ലാം കൊടികുത്തി വാഴുകയും മനുഷ്യകുലം മുഴുവനും ഒരു മോചകനെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. ഇനി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന ആ പ്രദേശത്തിനും അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അഷ്റഫായ ഖൽഖിനെ നിയോഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു എന്ന പ്രത്യേകതയാണ്. അത് അറേബ്യയാണ്. അറേബ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറേബ്യ വളരെ സുരക്ഷിതമായൊരു പ്രദേശമാണ്, നിഷ്കളങ്കമായൊരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എന്തെന്നാൽ 3 ഭാഗവും കടലാണ്. നമുക്ക് മാപ്പിൽ നോക്കിയാൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു ഭാഗം മാത്രമാണ് കരയുള്ളത്. ആ കരയാണെങ്കിലോ നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമിയാണ്. സൗദി അറേബ്യയുടെ ഭാഗമായ ആ ഭാഗത്തെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ തന്നെ ആധുനിക സൗദി അറേബ്യയുടെ മാപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും റുബുൽ ഖാലി എന്ന എംറ്റി ക്വാർട്ടർ എന്നാണ്. അതായത് 4/1 ഭാഗം, വിജനമായ 4/1 എന്നാണ്. അവിടെ ആർക്കും എത്തിപ്പെടാൻ കഴിയില്ല. അവിടെ എത്തിപ്പെടണമെങ്കിലൊക്കെ ഒരുപാട് സാഹസമാണ്. അങ്ങനെ നീണ്ട് പരന്നു കിടക്കുന്ന വിജനമായ മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ
വലിയ വലിയ സാമ്രാജ്യ ശക്തികളൊക്കെ പല പ്രദേശങ്ങളിലും വന്ന് തങ്ങളുടെ സാമ്രാജ്യത്വം നടപ്പിൽ വരുത്താനും അവിടെ ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിച്ചുവെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു ആധിപത്യ ശ്രമവും ഉണ്ടായില്ല എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൗതുകകരമായ സംഭവമാണ്. യൂറോപ്യന്മാരാണ് വരാൻ ഉണ്ടായിരുന്നത്. പക്ഷേ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറേബ്യയിൽ എത്തിച്ചേരാനുള്ള പ്രയാസം അതൊന്ന്. ഇനി ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നാൽ തന്നെ അറേബ്യയിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? അറേബ്യയിൽ ആകെയുള്ളത് വെറും കാരക്കയും മരുഭൂമിയും മാത്രമാവുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അറേബ്യയെ കീഴ്പ്പെടുത്തണം എന്നൊരു താല്പര്യം ഉണ്ടായില്ല, ഈ രണ്ട് കാരണങ്ങളാലും. ഒന്നാമത്തേത് അവരുടെ സഞ്ചാരം. യൂറോപ്പിൽ നിന്ന് അറേബ്യയിൽ എത്തണമെങ്കിൽ ആ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രയാസമായിരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന് പിന്നെ നമ്മുടെ മെഡിറ്ററേനിയൻ കടന്നുകൊണ്ട് അതിലിങ്ങോട്ട് വരുന്ന ഒരു വഴി ഇപ്പോഴുണ്ട്, സൂയസ് കനാൽ വഴി. പക്ഷേ സൂയസ് കനാലൊക്കെ പിൽക്കാലത്തുണ്ടായതാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിലൂടെ കടലിലൂടെയുള്ള സഞ്ചാരമാർഗം അന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി ഗുഡ് ഹോപ്പ് മുനമ്പ് ഒക്കെ ചുറ്റി വരുന്ന ഒരു വഴി മാത്രമാണുള്ളത്. ആ വഴി അത്ര തന്നെ ആ കാലഘട്ടത്തിൽ വശമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള യാത്രാ സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വന്നാൽ തന്നെയും അവർക്കാർക്കും അറേബ്യയിൽ വരാനുള്ള ഒരു താല്പര്യം ഉണ്ടാവാതിരുന്നത് അറേബ്യയിൽ വന്നിട്ട് എന്ത് കിട്ടാനാണ് എന്ന ചോദ്യമായിരുന്നു. അതുകൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന ആ കാലഘട്ടത്തിലെ അറേബ്യ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകളൊന്നുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. എന്നാൽ അറേബ്യയുടേതായ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങൾ അവരുടെ മതപരമായ ചില കുഴപ്പങ്ങളായിരുന്നു, അവരുടെ സാംസ്കാരികമായ മറ്റു ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും ഇടപെടലില്ലാതെ സാംസ്കാരികമായ അപജയമുണ്ടായ, സാമ്പത്തികമായ അപജയമുണ്ടായ, മതപരമായ ആത്മീയമായ അപജയങ്ങൾ ഉണ്ടായ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജനസമൂഹത്തെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി എന്നാണ് നാം പറഞ്ഞു വരുന്നത്. ആ കാലഘട്ടത്തിന്റെ അറേബ്യയുടെ ചിത്രം ഒന്നുകൂടെ നാം സൂക്ഷിച്ച് മനസ്സിലാക്കുവാനും നിരീക്ഷിക്കുവാനും തയ്യാറാവുകയാണ് എങ്കിൽ ആ പ്രവാചകൻ എന്ന റഹ്മത്ത് എത്രമാത്രം വലിയ റഹ്മത്തായിരുന്നു, എത്ര ആഴമുള്ള റഹ്മത്തായിരുന്നു, എത്ര വികാസമുള്ള റഹ്മത്തായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചരിത്രങ്ങളിലൂടെ നമുക്ക് അത് എല്ലാം മനസ്സിലാക്കുവാൻ വീണ്ടും വീണ്ടും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.